ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബാ വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. നിശ്ചയം നരകം നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടമാകുന്നു. അതിക്രമം കാണിച്ചവരുടെ അഭയസ്ഥലവുമാണത്. അതിലവർ യുഗായുഗങ്ങൾ താമസിക്കുന്നവരായിക്കൊണ്ട് തിളച്ചുമറിയുന്ന വെള്ളവും ചീഞ്ചലവുമല്ലാതെ അതിലവർ ഒരു ശീതളമോ മറ്റു പാനീയമോ ആസ്വദിക്കയില്ല. ഉചിതമായ ഫലം അവർ വിചാരണയെ പേടിക്കുന്നവരെ ആയിരുന്നില്ലല്ലോ. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വല്ലാതെ തള്ളിപ്പറയും ചെയ്തിരുന്നു. നാം ആവട്ടെ മുഴുവൻ കാര്യങ്ങളും തിട്ടപ്പെടുത്തി രേഖയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ ആസ്വദിക്കുക. ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം നിങ്ങൾക്കിനി വർദ്ധിപ്പിച്ചു തരികേയില്ല. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ തുറാബ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബാ ജസാഅൻ മിർ റബ്ബിക അത്വാഅൻ ഹിസാബാ. നിശ്ചയം സൂക്ഷ്മത പുലർത്തി ജീവിച്ചവർക്ക് വിജയസ്ഥാനമുണ്ട്. അതായത് തോപ്പുകളും മുന്തിരിവള്ളികളും മാറിടം ഉയർന്നവരും സമപ്രായക്കാരായ തരുണീരത്നങ്ങളും നിറഞ്ഞ മദ്യചഷകങ്ങളുമുണ്ട്. അവരവിടെ അനർത്ഥവാക്കുകളോ പൊളിവചനങ്ങളോ കേൾക്കുകയില്ല. താങ്കളുടെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലമായിട്ടാണിത്. തികച്ചും പര്യാപ്തമായ പാരിതോഷികം. റബ്ബിസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമ റഹ്മാനി ലാ യംലികൂന മിൻഹു ഖിത്വാബാ യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സ്വഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സ്വവാബാ ദാലികൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. അത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലത്തിൻ്റെയും നാഥനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ സമ്മാനം അവനോട് അഭിമുഖീകരിച്ചു സംസാരിക്കാൻ അവർക്ക് ഭീതി കാരണം സാധിക്കുകയില്ല. റൂഹും ജിബ്രീലും മറ്റു മലക്കുകളും അണിനിരന്ന് നിൽക്കുന്ന ദിവസം കരുണാവാരിധിയായ അള്ളാഹു അനുമതി നൽകുകയും സത്യവചനം പറയുകയും ചെയ്തവനല്ലാതെ അന്ന് ഒരാളും സംസാരിക്കുകയില്ല. സുനിശ്ചിതം പുലരുന്ന ഒരു ദിവസമാണത്. അതിനാൽ വേണമെന്നുള്ളവർ സ്വന്തം റബ്ബിലേക്ക് മടങ്ങാനുള്ള മാർഗം ഒരുക്കട്ടെ. തീർച്ചയായും ആസന്നമായ ഒരു ശിക്ഷയെക്കുറിച്ച് നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക തന്നെ ചെയ്തിരിക്കുന്നു. തൻ്റെ കരങ്ങൾ കാലേക്കൂട്ടി ചെയ്തു വെച്ച കർമ്മങ്ങളെ അവൻ നോക്കിക്കാണുകയും ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് സത്യനിഷേധി ആശിക്കുകയും ചെയ്യുന്ന ദിവസത്തിലുള്ള ശിക്ഷയെക്കുറിച്ച്